എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നബാർഡ് ബാങ്കിലേക്ക് ഇപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കാത്തിരുന്നൊരു ജോലി അവസരമാണ്. 10ാം ക്ലാസ് യോഗ്യത മാത്രം മതി. തസ്തികയുടെ പേര് ഓഫീസ് അറ്റൻഡൻ്റ് ആണ്. കേരളത്തിലും ജോലിയുണ്ട്. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള ബാങ്കിലൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണുക. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നബാർഡാണ് ഇപ്പോൾ ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 21 അപേക്ഷകൾ ആരംഭിക്കുന്നത് ഒക്ടോബർ 2 മുതലാണ്. അതായത് ഇന്ന് മുതലാണ്. ഇന്ന് മുതൽ ഒക്ടോബർ 21 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷകൾ അയക്കാനായിട്ട് കഴിയുന്നത്. ഗ്രൂപ്പ് സി തസ്തികകൾക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനാണെന്ന് നമ്മൾ പറഞ്ഞു. അപേക്ഷകൾ അയക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് nabard.org വഴിയാണ് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഉണ്ടായിരിക്കും. ഓൺലൈൻ എക്സാമാണ് വരുന്നത്. ഓൺലൈൻ എക്സാമിൻ്റെ ഡേറ്റ് നവംബർ 21 ആയിരിക്കും എക്സാം വരുന്നത്. ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അറിയിപ്പുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് വെബ്സൈറ്റിലായിരിക്കും അറിയാനായിട്ട് കഴിയുന്നത്. ആ വെബ്സൈറ്റ് എന്ന് പറയുന്നത് nabard.org കരിയേഴ്സ് നോട്ടീസ് എന്നുള്ളതാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ വെബ്സൈറ്റിൽ നോക്കുക. എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൽ അറിയാനായിട്ട് കഴിയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേക്കൻസി നോക്കാം. ആകെ വേക്കൻസി വരുന്നത് 108 വേക്കൻസിയാണുള്ളത്. ഇതിൽ കേരളത്തിലും വേക്കൻസി ഉണ്ട്. കേരളത്തിൽ ആകെ വേക്കൻസി വരുന്നത് എത്രയാണെന്ന് നോക്കാം. 5 വേക്കൻസിയാണ് കേരളത്തിൽ വരുന്നത്. ഓരോ കാറ്റഗറി അനുസരിച്ച് റിസർവേഷനൊക്കെ കിട്ടുന്നുണ്ട്. ഒരു കാൻഡിഡേറ്റിന് ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത്. നിങ്ങൾ OBC കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ OBCയുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ടും ഹാജരാക്കേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോഴത്തേക്കും 2024 ഏപ്രിൽ 1 ശേഷം എടുത്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. പലരും ചോദിക്കാറുണ്ട് പഴയതൊക്കെ മതിയോ എന്ന്. പഴയത് പറ്റത്തില്ല. നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ 2024 ഏപ്രിൽ 1 ശേഷം നിങ്ങൾ എടുത്തിട്ടുള്ള നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ EWS കാറ്റഗറി ആണെന്നുണ്ടെങ്കിലും 2024 ഏപ്രിൽ 1 ശേഷമുള്ള സർട്ടിഫിക്കറ്റ് വേണം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ഇനി ജോലിയുടെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ള ജോബ് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. അത് പറയുന്നത് ക്യാരിങ് ഓഫ് ഫയൽസ് പേപ്പർ, അതായത് പേപ്പർ ഫയൽസ് ഒക്കെ കൊണ്ടുപോവുക. അതുപോലെ തന്നെ കബോർഡ്സിലൊക്കെയുള്ള സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യുക, അതൊക്കെ മാറ്റുക. അതുപോലെ തന്നെ റെക്കോർഡ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുക, ബൈൻഡ് ചെയ്യുക, അത് ഫയലൊക്കെ ബൈൻഡ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നബാർഡിൻ്റെ ഓഫീസ് വർക്കുകളിലൊക്കെ ഫോട്ടോ കോപ്പി എടുക്കുന്ന കാര്യങ്ങളിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവിടുത്തെ റെക്കോർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക തുടങ്ങി ഒരുപാട് ഡ്യൂട്ടീസ് വരുന്നുണ്ട്. അതായത് സാധാരണ ചെയ്യാൻ പറ്റുന്ന ഡ്യൂട്ടീസൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേറൊരു ക്വാളിഫിക്കേഷൻ പറയുന്നില്ല. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത്. പ്രായപരിധി നോക്കാം. പ്രായപരിധി വരുന്നത് 18 മുതൽ 30 വയസ്സുള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത്. കാൻഡിഡേറ്റ്സ് ഒക്ടോബർ 2, 1994 ഒക്ടോബർ 1, 2006 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. അപ്പോൾ 94 2006 ഇടയ്ക്ക് ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത്. നമ്മൾ പറഞ്ഞ 18 മുതൽ 30 വയസ്സ് വരെ കൂടാതെ SC/ST കാൻഡിഡേറ്റ്സിന് 35 വയസ്സ് വരെയും OBC കാറ്റഗറിക്ക് 33 വയസ്സുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. കാസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതായത് റിസർവേഷൻ കിട്ടുന്ന കാറ്റഗറി ആയിട്ടുള്ള SC/ST OBC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഉണ്ട്. ഓൺലൈൻ ടെസ്റ്റാണ്. അതുപോലെ തന്നെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റും വരുന്നുണ്ട്. ഓൺലൈൻ ടെസ്റ്റിന് എന്തൊക്കെയാണ് സബ്ജക്ട്സ് എന്ന് നോക്കാം. ടെസ്റ്റ് ഓഫ് റീസണിങ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ അവയർനെസ്, ന്യൂമറിക്കൽ എബിലിറ്റി ആണ്. ആകെ 120 മാർക്കിനാണ് എക്സാം വരുന്നത്. കൂടാതെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതായത് നമ്മളുടെ ഏതാണ് ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ, അതായത് കേരളം ആകുമ്പോൾ മലയാളത്തിൻ്റെ ടെസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്, അതായത് സ്റ്റേറ്റിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് നമ്മുടെ മലയാളം ആയതുകൊണ്ട് തന്നെ മലയാളം റീഡ് ചെയ്യാനും വായിക്കാനും എഴുതാനും പറയാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ കഴിവുണ്ടായിരിക്കണം. അതെന്തായാലും ഓക്കെ ആയിരിക്കും. ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ എക്സാമിന് കിട്ടുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത്. ഓൺലൈൻ എക്സാമിന് മുമ്പ് നിങ്ങളുടെ ബയോമെട്രിക് ഡേറ്റ കളക്ട് ചെയ്യുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ തമ്പ് ഇംപ്രഷനൊക്കെ എടുക്കുന്നതാണ്. പിന്നീട് എക്സാമിന് മുന്നേ ഒരു പ്രീ റിക്രൂട്ട്മെൻറ്റ് ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. അതായത് SC/ST OBC കാറ്റഗറിക്കുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിന് മുമ്പ് ഒരു ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. അതിന് നിങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷനകത്തൊരു ഫോം ഉണ്ടായിരിക്കും. ഒരു കോളം ഉണ്ട്. ആ കോളത്തിൽ നിങ്ങൾ അത് വേണമെന്നുള്ളത് ടിക്ക് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ചൊരു ക്ലാസ് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ കിട്ടുന്നതായിരിക്കും. ശ്രദ്ധിക്കേണ്ടത് OBC SC/ST കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ ട്രെയിനിങ് ലഭിക്കുന്നത്.
ഒരുപാട് പേര് റിക്വസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇവർ ട്രെയിനിങ് കണ്ടക്ട് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് മുന്നേ ട്രെയിനിങ് കിട്ടുന്നതായിരിക്കും. ഇനി അപേക്ഷാ ഫീസ് എത്രയാണ് വരുന്നതെന്ന് നോക്കാം. അപേക്ഷാ ഫീസ് വരുന്നത് 500 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. SC/ST കാൻഡിഡേറ്റ്സിന് വെറും 50 രൂപയേ ഉള്ളൂ അപേക്ഷാ ഫീസ്. ഇനി പരീക്ഷാ സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. കേരളത്തിൽ വരുന്നത് ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലായിരിക്കും എക്സാം വരുന്നത്. ഇനി ശമ്പളം എത്രയാണ് വരുന്നതെന്ന് നോക്കാം. ശമ്പളം ലഭിക്കുന്നത് മന്ത്ലി ഒരു അപ്രോക്സിമേറ്റ്ലി 35,000 രൂപയായിരിക്കും നിങ്ങൾക്ക് ഇനീഷ്യലി ശമ്പളം ലഭിക്കുന്നത്. പിന്നീട് അത് കൂടുന്നതായിരിക്കും. നിങ്ങളുടെ എക്സാമിന് വേണ്ടിയുള്ള അഡ്മിറ്റ് കാർഡും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ തന്നെ നബാർഡിൻ്റെ വെബ്സൈറ്റിലായിരിക്കും വരുന്നത്. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് nabard.org ആണ്. ആപ്ലിക്കേഷൻ ഇംഗ്ലീഷിലാണ് ഫില്ല് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് 3 ഘട്ടം പറയുന്നുണ്ട്. അതായത് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ, പേയ്മെൻറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫീസ്, ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 21 മറക്കണ്ട. ആദ്യം നിങ്ങൾ വെബ്സൈറ്റിൽ കയറുക. എന്നിട്ട് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അവിടെ നിന്നും ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അവിടെ നിങ്ങളുടെ നെയിം, കോൺടാക്ട് ഡീറ്റെയിൽസ്, ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുക്കുക. അവിടെ നിങ്ങൾക്ക് ഒരു പ്രൊവിഷണൽ രജിസ്ട്രേഷൻ നമ്പറും കിട്ടുന്നതായിരിക്കും. ആ നമ്പർ വെച്ചാണ് നിങ്ങൾ അടുത്ത ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാണ് ഓൺലൈൻ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ടാബ് വരുന്നത്. അതിൽ നിങ്ങൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് അടയ്ക്കണം. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ സിഗ്നേച്ചറും ഫോട്ടോഗ്രാഫുമാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾ സിഗ്നേച്ചറൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ക്ലിയർ ആയിട്ടിരിക്കണം. അതായത് അൺക്ലിയർ ആയിട്ട് എന്തെങ്കിലും ബ്ലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്ത് കളയുന്നതായിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 21 മറക്കണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. നബാർഡിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. കേരളത്തിലും ജോലി അവസരമുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ജോലിക്കായിട്ട് അപേക്ഷിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.